ഹലോ, ഓണത്തിന് ഓണസദ്യ ഇല്ലാതെ എന്ത് ഓണല്ലേ? അപ്പം നമുക്കൊരു മിനി ഓണസദ്യ ഉണ്ടാക്കില്ല, അത് നമ്മുടെ ക്ലേ വെച്ചിട്ടേ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇലയുടെ ഷേപ്പിൽ. പിന്നെ അതിലേക്ക് ക്ലേ വെച്ച് കൊടുത്തു. പിന്നെ ഇലക്ക് ഡിസൈൻ ഉണ്ടല്ലോ, അതുപോലെ വരച്ചു കൊടുക്കുക. സെൻറ്ററിലൂടെ ഇങ്ങനെ വരട്ട് കൊടുത്തു. പിന്നെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ ഓലക്ക് വരക്കില്ലേ, അതേപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇലൊക്കെ ഉണ്ടാക്കുക അത്ര സിമ്പിളാണല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ ഇലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അത് ഉണങ്ങി ഇനി നമുക്ക് പെയിൻറ്റ് കൊടുക്കാം. പിന്നെ പെയിൻറ്റ് കൊടുക്കലും കഴിഞ്ഞു. ഇനി നമ്മളെ ഫുഡ് ആദ്യം നമ്മൾ പഴമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കുട്ടി പഴമാണ്. അപ്പോൾ അതുപോലൊരു പീസ് ക്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ കൈകൊണ്ട് നമ്മൾ ജസ്റ്റ് ഷേപ്പാക്കി കൊടുത്ത് നമ്മൾ പഴം സെറ്റാക്കി എടുത്തു. ഇനി നെക്സ്റ്റ് പപ്പടം. അപ്പോൾ പപ്പടം നമ്മൾ ക്ലേ വെച്ചിട്ട് തന്നെയാണ്. ഇത് സോയിൽ ക്ലേ ആണ്. ഫസ്റ്റ് മോഡലിംഗ് ക്ലേ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇത് സോയിൽ ക്ലേ ആണ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുത്തു. പിന്നെ പരത്തി ജസ്റ്റ് നമ്മളൊരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തത്. ഇങ്ങനെ പൊള്ളി വരുമല്ലോ, പപ്പടം പൊള്ളുമല്ലോ, അതുപോലെ ചെയ്തതാണ്. പിന്നെ നമ്മളിനി ചോറ് സെറ്റാക്കി കൊടുക്കാം. ഗമ്മ് തേച്ച് കൊടുത്തു, ക്ലേ വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഇറുക്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തി കൊടുത്താൽ നമ്മൾ ചോറ് റെഡി. പപ്പടം, പഴം, പിന്നെ എല്ലാവിധ വിഭവങ്ങളും ഒരു മിനി ഓണസദ്യ തന്നെ നമ്മൾ റെഡിയാക്കി ഗൈസ്. ചോറ്, സാമ്പാർ, പപ്പടം, പഴം, എലിശ്ശേരി, പുളിശ്ശേരി, പിന്നെന്താ പച്ചടി, കിച്ചടി, പുളിഞ്ചി, അച്ചാർ. എൻ്റെ പൊന്നെ, ഒക്കെ പറയുമ്പോൾ തന്നെ ശ്വാസം കിട്ടണില്ല. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. ഓക്കെ, ബൈ.